പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാധനരായിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ സവിശേഷമായിട്ടുള്ള സംഭാവനകൾ രാജ്യത്ത് നൽകിയ ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നോമിനേറ്റഡ് അംഗത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയത്. സച്ചിൻ ടെണ്ടുൽക്കറും പി ടി ഉഷയും വരെ സുരേഷ് ഗോപിയും വരെയുള്ള ആളുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കുറച്ചുകൂടി പുറകിലേക്കിട്ട് പോയാൽ അതിനേക്കാളൊക്കെ വലിയ പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെയും അതുപോലെ വലിയ അക്കാഡമിഷ്യൻസിനെയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് രണ്ട് കാലുകളില്ലാത്ത സദാനന്ദൻ മാസ്റ്റർ ഇതാ ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. BJP അംഗീകരിച്ചു, അവരുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി, ഇവിടെ കണ്ണൂർ പിടിക്കുന്നതിന് വേണ്ടി സദാനന്ദൻ മാസ്റ്ററെ എടുത്ത് എന്ത് ചെയ്തു, ലിഫ്റ്റ് ചെയ്തു. അവരുടെ അണികൾക്ക് ഒരു ആവേശം കിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ അണികളിൽ പോലും അവരുടെ അണികൾക്ക് അപ്പുറം അനുഭാവികളായിട്ടുള്ള ആളുകളൊന്ന് ആലോചിക്കണം, ഇത് ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കമാണോ ഈ ഉണ്ടാക്കിയിട്ടുള്ളത്? നാളെ മറ്റാരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെ എതിർക്കാൻ പറ്റുമോ? കോൺഗ്രസ് വരുന്നു, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി വരുന്നു,